തിങ്കൾ കിളിയായി കുറുകാൻ താരത്തൂവൽ മെനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ തങ്കത്തിങ്കൾ കിളിയായി കുറുകാൻ താരത്തൂവൽ മെനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ മഞ്ഞ മലർ പോലെ വാനിലാവിലിതൾ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം അതിനിന്ദ്രനീലലയഭാവം കുങ്കുമമേഘം കുളിരു കോർക്കും. കുടുംബക്കാരെല്ലാം പോയാ? കുടുംബക്കാർ കുറച്ചാളെല്ലാം ഉണ്ട്, കുറച്ചാളെല്ലാം പോയി. വേറെ ഇന്നലെ ദൂരം ബൈക്കെല്ലാം കൊണ്ടാളെല്ലാം അങ്ങനെ പോയി. കുറച്ചാളുടെ ഉണ്ട്. ഭക്ഷണമെല്ലാം ഉഷാറാ, എല്ലാം എത്തിന്. നമ്മളെ അനിയണ്ണല്ലേ, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും വേണ്ട പോലെ നോക്കി ചെയ്യുന്നു. എല്ലാം ഇഷ്ടം പോലെ, ഒന്നിനും ബുദ്ധിമുട്ടില്ല. അതാ മോനെ വരുന്നുണ്ട്. ഇന്നലെ എപ്പാ പോയി, ഏത് സമയത്താ പോയി ഒന്നും ഞാൻ അറിയല്ലേ ഭഗവാനെ. ആ ഓട്ടോ ഉണ്ട്. അടിച്ചിടുന്നായിരിക്കും അല്ലേ? സാധനം റെഡിയാക്കാം. താനോടാ നമുക്ക് ആ കവറൊന്നും എണ്ണുക. എന്താ വെച്ചാൽ ഒരുപാടൊക്കെ പൈസ കൊടുക്കാനുണ്ട്. അപ്പം പിന്നെ അതൊന്ന് സെറ്റാക്കിയാൽ സാധനം നമുക്ക് മേടിക്കാം. ഓക്കെ, ഇന്നത്തെ വകുപ്പായി മോനെ. വാ കുട്ടി തുറക്കാലോ. വാ ഭഗവാനെ ഇതെന്തെല്ലാം കഥയാ. ഇത് കൊറേ ഉണ്ടല്ലോ മോനെ. ഒരു ബുക്കും പെന്നും എടുക്ക്, തുടങ്ങാലോ. മോളെ ആ പെന്നും ഒരു ബുക്കെല്ലാം എടുത്താട്ടെ. ഹനിയാനെ വിളിക്കണോ? ഓ പാടക്കാരനെ വിളിക്കണോ? ശ്രീജിത്ത് പുരക്കൽ. കാലി കാലി മനോഹരൻ വലിയ പറമ്പത്ത്. കാലി നോക്ക്. വിശ്വംഭരൻ ഇതും കാലി. മൂപ്പറ് എവിടെയും കൊടുക്കലില്ല എന്നാ പറയുന്ന കേട്ടെ. എനിക്ക് തന്നിനാ എന്താ കിട്ടി? നീ എടിയ ഉണ്ടാവുക. ദിനേശൻ അതും കാലി. ഹലോ, ആ മനു, വാടക എൻ്റെ എല്ലാം ശരിയായിനാ? വാടക സീറ്റെല്ലാം റെഡിയാക്കിയാ? ആ പൈസ എല്ലാം റെഡിയാ? ഇന്ന് തന്നെ വന്നോ? ഇപ്പം തന്നെ വന്നോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആ നാളേക്ക് വെക്കൊന്നും വേണ്ട, നാളേക്ക് വെക്കൊന്നും വേണ്ട. ഓക്കെ. കാര്യമാണല്ലോ. എന്താ ഇതിനകത്ത് ഒന്നുമില്ലടാ, ഒന്നിനുമില്ല കേട്ടോ. ആ അനിയേട്ടാ, പൈസക്ക് ഇന്ന് തന്നെ വന്നോളെ ഫുഡിന്റെ. ഓ ഒരു ബുദ്ധിമുട്ടില്ല, പൈസക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഇന്ന് എപ്പോന്ന് വെച്ചാ വന്നോ, എപ്പം ഏത് സമയത്ത് വന്നാൽ ഞാൻ വീട്ടിലുണ്ട്. ഓ ഓക്കെ ഓക്കെ. ഓ ശരി. അടുത്ത ദിവസം പോയി ശ്രീനിവാസ രാമാനുജൻ. എടാ ഒരു 200 റുപ്യ കിട്ടി മോനെ. ഇത് ഉണ്ടാവില്ല, നമുക്ക് മിനിങ്ങണ്ടേ. ആ സബനു നല്ലോണം ഉഷാറാ. ആവട്ടാ, മൊത്തം കാര്യം ഒരു പേര് പോലെ ഇറക്കിയതില്ല. മൊത്തം കാലിയാവട്ടോ, ഒന്നിലും പൈസ ഇല്ല. കവറെല്ലാം കംപ്ലീറ്റ് കാലി. അച്ഛാ, ആ വാടകന്റെ ഏട്ടനുണ്ട്, വന്നിട്ട് വിളിക്കുന്നു. എടാ ഒരു കാര്യമാണ്ട പൈസ സംഘടിപ്പിച്ചു തരോടാ.